വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വാൾ. സോമർസെറ്റ് മോം എഴുതിയ ഓഫ് ഹ്യൂമൻ ബോണ്ടേജ് എന്ന നോവലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1915 പബ്ലിഷ് ചെയ്ത ഈ നോവൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ നേച്ചറുള്ള ഒരു നോവൽ കൂടിയാണ്. ഇനി സ്റ്റോറിയിലേക്ക് പോകാം. 9 വയസ്സുള്ള ഫിലിപ്പ് ക്യാരിയുടെ അമ്മ ഹെലൻ ക്യാരി മരണപ്പെടുന്നു. ഫിലിപ്പിന് ക്ലബ് ഫൂട്ടുണ്ട്, അതായത് കാലുകൾക്ക് ചെറിയ വളവുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഫാദർ മരിച്ചുപോയി. ഇപ്പോൾ അവൻ ഓർഫനാണ്. കെൻ്റ് എന്ന പ്ലേസിലെ അവൻ്റെ ലൂയിസ ആൻറ്റിയോടും അങ്കിൾ വില്യം ക്യാരിയോടൊപ്പം ജീവിക്കാൻ അവൻ അവിടേക്ക് പോയി. അവൻ്റെ ആൻറ്റി അവനെ അമ്മയെപ്പോലെ നോക്കുന്നു. പക്ഷെ അങ്കിൾ ഒരു തണുത്ത സ്വഭാവക്കാരനായിരുന്നു. അങ്കിളിന് ഒരു വലിയ ബുക്ക് കളക്ഷനുണ്ട്. ഫിസിക്കൽ വേൾഡിനോട് കൂടുതൽ താല്പര്യമില്ലാത്തതിനാൽ ഫിലിപ്പ് കൂടുതൽ സമയവും പുസ്തക വായനയിൽ തന്നെയായിരിക്കും. പൊതുവെ അവനൊരു ഷൈ ക്യാരക്ടറാണ്. ഒരു വർഷത്തിനുള്ളിൽ അവനെ ബോർഡിംഗ് സ്കൂളിലേക്ക് വിടുന്നു. ഫിലിപ്പിൻ്റെ വൈകല്യവും സെൻസിറ്റീവ് നാച്ചറും മറ്റ് ഫ്രണ്ട്സുമായി കൂട്ടാവുന്നതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്നു. ഫിലിപ്പ് ജർമ്മനിയിലേക്ക് പോകുന്നു. ഹൈഡൻബർഗിൽ മറ്റ് ഫോറിനേഴ്സിൻ്റെ കൂടെ അവൻ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. പാരീസിലേക്ക് തൻ്റെ മാനേജർമാരിൽ ഒരാളുമായി ഒരു ബിസിനസ് യാത്രയ്ക്ക് പോയി. ഫ്രാൻസിൽ ആർട്ട് പഠിക്കാൻ ഫിലിപ്പ് താൽപ്പര്യപ്പെടുന്നു. പാരീസിൽ ആർട്ട് ക്ലാസ്സുകളിൽ അവൻ പങ്കെടുക്കുകയും പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫാനി പ്രൈസ് ഫിലിപ്പുമായി ഒരു ലഫയർ ഉണ്ടാക്കുന്നു. പക്ഷെ ഫിലിപ്പിന് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും അവളോട് തോന്നുന്നില്ല. അങ്ങനെ ഫാനി പ്രൈസ് സൂയിസൈഡ് ചെയ്യുന്നു. താൻ ഒരിക്കലും ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആകില്ല എന്ന് ഫിലിപ്പിന് മനസ്സിലാവുന്നു. മരിച്ചുപോയ അച്ഛൻ്റെ മേഖലയായ മെഡിസിൻ പഠിക്കാൻ ഇംഗ്ലണ്ടിലെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് ഫിലിപ്പ് മടങ്ങുന്നു. അവിടെ നിന്നും ടീ ഷോപ്പിൽ സെർവൻ്റായി ജോലി ചെയ്യുന്ന മിൽഡ്രിഡിനെ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മിൽഡ്രിഡ് മറ്റൊരാൾ വിവാഹം കഴിക്കുമെന്ന് അറിയിച്ചതോടെ ഫിലിപ്പ് നിരാശനാകുന്നു. പിന്നീട് ഫിലിപ്പ് നോറ നെസ്ബിറ്റ് എന്ന ഒരു നോവലിസ്റ്റുമായി ഒരു ബന്ധത്തിലേർപ്പെടുന്നു. പിന്നീട് നമ്മുടെ മിൽഡ്രിഡ് പ്രഗ്നൻ്റായി മടങ്ങിയെത്തി. ഫിലിപ്പ് നോറയുമായുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് മിൽഡ്രിഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. കുഞ്ഞുണ്ടായ ശേഷം ഫിലിപ്പിൻ്റെ ഫ്രണ്ടായ ഹാരി ഗ്രിഫ്റ്റ്സിൻ്റെ കൂടെ മിൽഡ്രിഡ് ഒളിച്ചോടിപ്പോയി. ഒരു വർഷത്തിനു ശേഷം അവർ വീണ്ടും ഒന്നിക്കുകയും അവർ പിണങ്ങി പിരിയുകയും ചെയ്യുന്നു. പിന്നീട് അവൾ പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറുന്നു. പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ ഫിലിപ്പ് അവളെ ഉപദേശിക്കുകയും അവൾ അത് നിരസിക്കുകയും ചെയ്യുന്നു. ഫിലിപ്പ് സ്പെയിനിൽ താമസിച്ചിരുന്ന സമയത്ത് തോർപ്പി അദൻലി എന്ന റിലേറ്റീവുമായി ഫ്രണ്ട്ഷിപ്പിലായി മാറുന്നു. കുറേ സെൻറ്റ് ജോൺ ഓഫ് ക്രോസിൻ്റെ ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. വാടക കൊടുക്കാൻ കഴിയാതെ ഫിലിപ്പ് തെരുവിലൂടെ ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. അങ്കിൾ മരിച്ചതിനു ശേഷം ഫിലിപ്പ് മെഡിസിൻ പഠനം പൂർത്തിയാക്കുകയും ഒരു ഫിസീഷ്യനായി ജോലി നോക്കുകയും ചെയ്യുന്നു. കെൻ്റ് നാട്ടുമ്പുറങ്ങളിൽ ഹോപ്പിക്കിംഗ് നടത്തുന്ന എദൽനീസിനൊപ്പം ഒരു സമ്മർ വെക്കേഷൻ ചെലവഴിക്കുന്നു. ലോകം ചുറ്റിക്കറങ്ങാൻ ഇഷ്ടപ്പെട്ട ഫിലിപ്പ് പിന്നീട് അദൽനിയുടെ പെൺമക്കളിൽ ഒരാളായ സാലിയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഫിലിപ്പ് ഹാപ്പിനെസ് അന്വേഷിച്ച് നടക്കുന്നത് നിർത്തുകയും തനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ വിശ്വസിച്ച് സംതൃപ്തനായി ജീവിക്കുകയും ചെയ്യുന്നു. സോമർസെറ്റ് മോം എഴുതിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഈ നോവൽ ഓഫ് ഹ്യൂമൻ ബോണ്ടേജ്, ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഈ നോവലിൽ അദ്ദേഹം ഫിസീഷ്യനായി വർക്ക് ചെയ്യുന്നതും മെഡിസിനൽ രംഗത്ത് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചതും നമുക്ക് കാണാം. അദ്ദേഹം ആർട്ടിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലബ് ഫൂട്ട് ഉണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് കൂടുതൽ ഈ നോവലിലൂടെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നു. കൂടാതെ ഇതൊരു ബിൽഡൻസ് ഗ്രോം എന്ന നോവൽ കൂടിയാണ്. ഒരു കുട്ടിയുടെ ജീവിതകാലം സ്റ്റാർട്ട് ചെയ്തത് മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളെയും കാണിച്ച് അദ്ദേഹത്തിൻ്റെ ഓൾഡ് ഏജിൽ എത്തുന്നത് വരെ ഏകദേശം ഒരു ജീവിതത്തിൻ്റെ 3/4 ഭാഗവും കാണിക്കുന്ന രീതിയിലാണ് നോവൽ എഴുതിയിട്ടുള്ളത്. പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ഗ്രോത്താണ് ഈ നോവലിലൂടെ കാണിക്കുന്നത്. അതാണ് ബിൽഡൻസ് ഗ്രോമൻ നോവൽ. ഒരുപാട് നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 5 നോവലുകൾ ഓഫ് ഹ്യൂമൻ ബോണ്ടേജ്, ദ മൂൺ ആൻഡ് സിക്സ്പെൻസ്, കേക്സ് ആൻഡ് അലെ, അഷെൻഡൻ ആൻഡ് ലിസ ഓഫ് ലാംബത്ത് ഇവയാണ്.